അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം ഞാൻ വളരെയധികം സങ്കടകരമായ നോവുണ്ടാക്കുന്നൊരു കാഴ്ച കാണാനിടയായി. ഏറെ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു അത്. നമ്മുടെ മക്കൾ എങ്ങനെയുള്ളവരായി മാറണമെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാഴ്ച. ഒരു വിദ്യാർത്ഥിയും അധ്യാപകരും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടായിരിക്കണമെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാഴ്ച. അവർ തമ്മിൽ എത്രത്തോളം സ്നേഹമുണ്ടായിരിക്കണമെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാഴ്ച. ഇതായിരുന്നു എല്ലാവരെയും കണ്ണീരണിയിപ്പിച്ച, ഏറെ ചിന്തിപ്പിച്ച ആ ഒരു ദൃശ്യം. ഈ ഖബറിൽ കിടക്കുന്നത് മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മെ എല്ലാവരെയും വേദനയിലാഴ്ത്തിയ, നമ്മളെ എല്ലാവരെയും വളരെയധികം നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം തകർന്നു തരിപ്പണമായി മാറിയത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം താറുമാറായി മാറി. അവർ കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതായി. തങ്ങളുടെ കൂടപ്പിറപ്പുകളെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ആ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിസ്സഹാര നിൽക്കുന്ന ആ ജനതയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്നും ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവിടെയുള്ള ഓരോ ജനതയും ഓരോ നാളും കഴിച്ചുകൂട്ടുകയാണ്. ഇന്നും ആ മരണപ്പെട്ടു പോയവരുടെ മൃതശരീരങ്ങൾ കണ്ടുകിട്ടാൻ കഴിയാതെ, മരണപ്പെട്ടു പോയവരുടെ മൃതശരീരങ്ങൾ എവിടെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മെ ഇന്നും വല്ലാതെ വേദനയിലാഴ്ത്തുകയാണ്. ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും അങ്ങനെ എല്ലാവരും ഒരുപോലെ ചേർന്ന് ഒരു മണ്ണിൽ ഉറങ്ങുന്ന ആ ഒരു കാഴ്ച നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അത്തരത്തിൽ ആ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ഒരു ഉസ്താദായിരുന്നു ഷിഹാബ് ഫൈസി. അദ്ദേഹത്തിന്റെ ആ ഒരു ചിത്രം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാവർക്കും നല്ലതു മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. വയനാട്ടിലെ പള്ളിയിലെ ഇമാമായിരുന്നു അദ്ദേഹം. അവിടുത്തെ മദ്രസ അധ്യാപകനായിരുന്നു അദ്ദേഹം. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വളരെയധികം പ്രിയപ്പെട്ടവനായിരുന്നു. അത്രത്തോളം സ്നേഹത്തോടുകൂടിയാണ് അവിടെയുള്ള ഓരോ വിദ്യാർത്ഥികളെയും അദ്ദേഹം നോക്കിയിരുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിയായ അമൻ റാസി എന്ന് പറയുന്ന വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ പിറന്നാൾ ദിവസം ഒരു ആഗ്രഹം തന്റെ ഉമ്മയോടും ഉപ്പയോടും പറയുകയാണ്. എന്തായിരുന്നു ആ ആഗ്രഹം എന്നല്ലേ? എന്നെ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഖബറൊന്ന് എനിക്കൊന്ന് കാണണം. നോക്കൂ, സാധാരണയായി 6 വയസ്സുള്ള കുട്ടികളൊക്കെ അവരുടെ പിറന്നാൾ വന്നു കഴിഞ്ഞാൽ പിറന്നാൾ സമ്മാനങ്ങളായിട്ട് അവരുടെ മാതാപിതാക്കളോട് ചോദിക്കുന്നത് കേക്കുകളും കളിപ്പാട്ടങ്ങളും ഒക്കെയാണ്. ഇവിടെ നോക്കൂ, 6 വയസ്സായ ആ പൊന്നുമോൻ തന്റെ ആഗ്രഹമായി ചോദിച്ചത് തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഖബറിനടുത്തേക്ക് ചെല്ലണമെന്നായിരുന്നു. തന്നെ പഠിപ്പിച്ച ഗുരുനാഥനായ തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ആ ഖബറൊന്ന് കാണാനായിരുന്നു. ആ ഖബറിനടുത്തേക്ക് ചെന്നുകൊണ്ട് ഉസ്താദിനോട് എന്തൊക്കെയോ പറയണമെന്നായിരുന്നു. ഇവിടെയാണ് ആ പൊന്നുമോൻ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി മാറിയത്. ബർത്ത്ഡേ ആഘോഷങ്ങൾ അതിരുകവിഞ്ഞ് ആഘോഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ വീഡിയോ ആക്കിയെടുത്ത് അതിനെ റീൽസ് ആക്കി സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പൊന്നുമോൻ വലിയൊരു സന്ദേശമാണ് ലോകത്തോട് കാഴ്ചവെക്കുന്നത്. തന്റെ മകന്റെ പിറന്നാൾ ദിവസം നിനക്ക് ബർത്ത്ഡേ കേക്ക് വേണ്ടേ? എന്റെ കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് ആ മാതാപിതാക്കൾ തന്റെ മകനോട് ചോദിക്കുമ്പോൾ ആ മകൻ തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്ക് കേക്കൊന്നും വേണ്ട, എനിക്കൊരാഗ്രഹം മാത്രമേയുള്ളൂ, അതൊന്ന് സാധിപ്പിച്ചു തന്നാൽ മാത്രം മതിയെന്നായിരുന്നു. തന്റെ പ്രിയപ്പെട്ട, തന്നെ പഠിപ്പിച്ച ഉസ്താദ് ഷിഹാബ് ഫൈസിയുടെ ആ ഖബറൊന്ന് കാണിച്ചു തന്നാൽ മതിയെന്നായിരുന്നു. എനിക്ക് ആ ഖബറിനടുത്തേക്ക് ചെന്നുകൊണ്ട് എന്റെ ഉസ്താദിനോട് എനിക്കൊന്ന് സലാം പറഞ്ഞാൽ മാത്രം മതിയെന്നായിരുന്നു. മുണ്ടക്കെ സ്വദേശിയായ പൂങ്കുയിൽ ഷെഫീഖ് എന്ന മണിയുടെയും സഹധർമ്മിണിയായ ഷംനയുടെയും മകനായ അമൻ റാസി എന്ന 6 വയസ്സുകാരന്റെ വാക്കുകളാണിത്. ആരെയും ഉള്ളിലയിപ്പിക്കുന്ന അഭിലാഷം. നോക്കൂ, തന്റെ പിറന്നാൾ ആഘോഷത്തിലെ ആഘോഷങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഖബറിനടുത്തേക്ക് ചെന്നുകൊണ്ട് സലാം പറയണമെന്നുള്ളതായിരുന്നു ആ മകന്റെ ആഗ്രഹമെങ്കിൽ ആ പൊന്നുമോൻ ആ ഉസ്താദിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്റെ മദ്രസ എന്ന മലർവാടിയിലെ 1-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ഗുരുവായ ഷിഹാബ് ഫൈസിയുടെ ആ ഒരു മരണം അവനെ ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഉരുൾപൊട്ടലിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നുവെന്ന സത്യം സഹിക്കാൻ ഇതുവരെയും ആ പൊന്നുമകന് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഈ പൊന്നുമോന്റെ കുടുംബത്തിൽ പോലും പലരും ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളേറെ അവനെ വേദനിപ്പിച്ചത് തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ആ ഒരു വേർപാടായിരുന്നു. തന്റെ ഉസ്താദില്ലാത്ത ക്ലാസ്സിൽ ആ പൊന്നുമകൻ പഠിക്കാൻ പോലും പോകാനായി തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവന്റെ അടങ്ങാത്ത ആ ഒരു ആഗ്രഹം സഫലമായത്. ഉസ്താദിന്റെ പേരെഴുതിയ ആ ഖബർ കണ്ടതോടെ അവന്റെ മുഖം വിവരണമായി മാറി. തന്റെ സ്നേഹനിധിയായ ഗുരുവര്യരുടെ ഖബറിനരികിൽ
ആ മീസാൻ കല്ലിൽ പിടിച്ചുകൊണ്ട് വിറയാർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു, അസ്സലാമു അലൈക യാ ഉസ്താദ്. എല്ലാം പടച്ചവന്റെ വിധിയെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ആ ഉസ്താദിന്റെ ഗുരുവിന്റെ ചാരത്ത് നിന്ന് അവൻ പറഞ്ഞു കാണും, പ്രിയപ്പെട്ട ഉസ്താദെ, എല്ലാം ഖാലിക്കായ റബ്ബിന്റെ വിധിയാണ്. വിധിയുണ്ടെങ്കിൽ നാളെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം. പ്രാർത്ഥന കൊണ്ട് കൂടെയുണ്ട് ഈ പ്രിയപ്പെട്ട ശിഷ്യൻ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു തന്റെ ഉപ്പയുടെ കൈപിടിച്ചു വരുന്ന സമയത്ത് ആ പൊന്നുമോൻ തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഖബറിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. നോക്കൂ, എത്ര വേദനാജനകമായ ഒരു കാഴ്ചയാണിത്. നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. അധർമ്മവും അനീതിയും ഒക്കെ നിറഞ്ഞുനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മക്കളെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ മക്കളും ഇതുപോലെ ആകണമെന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. സ്വാലിഹത്തായ സന്താനങ്ങൾ, കണ്ണിന് കുളിർമയേകുന്ന സന്താനങ്ങൾ, അവരെയാണ് നമുക്ക് ആവശ്യം. മക്കളുടെ നന്മയും വളർച്ചയും ഉയർച്ചയും ഏതൊരു രക്ഷിതാവിൻ്റെയും അഭിലാഷമാണ്. പക്ഷെ അത് പലപ്പോഴും ഭൗതിക തലത്തിൽ ഒതുങ്ങിപ്പോവുകയാണ്. സന്താനങ്ങൾ ധാർമ്മിക ബോധമുള്ളവരാകാൻ ആവശ്യമായ ശിക്ഷണങ്ങൾ നൽകേണ്ടത് അത് രക്ഷിതാക്കളുടെ ചുമതലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങൾ മക്കൾക്ക് അർഹമായ പരിഗണന നൽകുകയും അവരുടെ പെരുമാറ്റ രീതികൾ ഉത്കൃഷ്ടമാക്കുകയും ചെയ്യുവിനെന്ന്. പലപ്പോഴും തങ്ങളുടെ മക്കൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ പല രക്ഷിതാക്കളും ഇന്ന് വിമുഖത കാണിക്കുകയാണ്. ഭൗതിക വിജ്ഞാനീയങ്ങളുടെ മലവെള്ളപ്പാച്ചിലിലേക്ക് അവരെ അലക്ഷ്യമായി ചേർത്തു നിർത്തുന്നതോടുകൂടി ധാർമ്മികതയ്ക്ക് മൂല്യം നഷ്ടപ്പെടുകയാണ്. മദ്രസ വിദ്യാഭ്യാസം ഒരു ഓൾഡ് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തോട് പലർക്കും ഇന്ന് അലർജിയാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അതിന്റെ എല്ലാം ദുരന്തഫലം ഇന്ന് സമൂഹം അനുഭവിക്കുന്നുമുണ്ട്. സ്വന്തം സുഖത്തിനും രക്ഷയ്ക്കും വേണ്ടി മാതാപിതാക്കളെ ബലി കൊടുക്കാൻ തയ്യാറാവുന്ന മക്കൾ മുസ്ലിം സമൂഹത്തിലും അപൂർവമല്ലല്ലോ എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. മക്കൾ സൽഗുണസമ്പന്നരായാൽ അതിന്റെ പ്രാഥമിക ഗുണഭോക്താക്കൾ രക്ഷിതാക്കൾ തന്നെയാണ്. ഇഹത്തിലും പരത്തിലും മക്കൾ തെമ്മാടികളും സംസ്കാരശൂന്യരുമാണെങ്കിൽ ഒരു പരിധിവരെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ അവർക്കൊരിക്കലുമാവില്ല. മാത്രമല്ല, അത്തരം മാതാപിതാക്കൾ സമൂഹത്തോട് ചെയ്യുന്ന അപരാധവും ചെറുതല്ല. ദുർവൃത്തരായ ഒരു തലമുറയെ സൃഷ്ടിച്ചതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല. മക്കൾ ഇസ്ലാമിക സംസ്കാരത്തോട് അനിഷ്ടം കാണിക്കുന്നവരും ദുസ്വഭാവികളുമാണെങ്കിൽ അതിൽ രക്ഷിതാക്കളും തെറ്റുകാരാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ അവരെക്കുറിച്ച് പരാതിപ്പെടാൻ അവർക്കെന്ത് അർഹതയാണുള്ളത്? തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധരാവുകയും തന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പ്രാപ്തി നേടുകയും ചെയ്യാത്ത മക്കളാണോ നമുക്കുള്ളത് എന്ന് ഓരോ മാതാവും ഓരോ പിതാവും ഉള്ളു തുറന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. വീണ്ടും